പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധയുടെ അച്ഛനിരുന്ന് കള്ള് കുടിക്കുന്നു. അപ്പോൾ ആ സമയത്ത് രാധയുടെ ഓട്ടയും വേറെ ആ ഫൈനാൻസുകാരനും വന്ന് വരുന്നുണ്ട്. അപ്പോൾ രാധേ രാധേ എന്ന് വിളിക്കുന്നുണ്ട് അച്ഛൻ. അപ്പം അമ്മ വന്നിട്ട് പറയും, എന്താ കിടന്ന് തൊള്ളറക്കണേ, ചോറായിട്ടില്ല എന്ന് പറയും. അതല്ലടി ഇതേ നോക്ക് എന്ന് പറയും. അങ്ങനെ നോക്കുമ്പോൾ രാധയുടെ വണ്ടി അങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പോൾ രാധയ്ക്ക് ബുക്കും പേപ്പറും കൊടുക്കും. ഇതെന്താണെന്ന് ചോദിക്കും. ബുക്കും പേപ്പറും ലോണൊക്കെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ലോൺ തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അതങ്ങോട്ട് കൊടുക്കണ്. അപ്പോൾ ആരെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, അത്യാവശ്യം ഉണ്ടെങ്കിൽ നാളെ കമ്പനിയിൽ വന്ന് അന്വേഷിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, പേപ്പറൊക്കെ ഒത്തു നോക്ക്, അതിന് ശേഷം എനിക്ക് പോകാനാണെന്ന് പറയും. അങ്ങനെ പേപ്പറൊക്കെ ഒത്തു നോക്കും. അങ്ങനെ രാധ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വിക്രമിനാണെങ്കിൽ ഉറക്കം വന്നിട്ടില്ല, വിശന്നിട്ട് വേദ എന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം. വിളിച്ച് നോക്കുന്നുണ്ട്, വേതാളം വേദ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ കണ്ണ് തുറക്കുന്നില്ല, നല്ല ഉറങ്ങണം കിടന്നിട്ട്. എന്നിട്ട് വിക്രം പതുക്കനെ എഴുന്നേറ്റ് മുറിയിൽ ലൈറ്റൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും ചപ്പാത്തി കട്ട് തിന്നാനുള്ള പ്ലാനായിരുന്നു. എങ്ങനെയായാലും വിക്രമത്തിന് വിശപ്പ് സഹിക്കാൻ പറ്റണില്ല. അങ്ങനെ വിക്രം ചെന്നപ്പോൾ 2 ചപ്പാത്തി ഉണ്ട്, അതും സ്റ്റൂ കറിയും കൂടെ കൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്രാന്തത്തോടെ കഴിക്കുന്നു. നല്ല വിശപ്പ്, നല്ല രുചിയുണ്ട്. ഇങ്ങനെ വാരി വാരി കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും അപ്പോൾ ആദ്യമൊക്കെ ചുറ്റുമൊക്കെ നോക്കുമ്പോൾ ആരൊന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേ, അല്ലെങ്കിൽ ഉണക്ക ചപ്പാത്തി തൊണ്ടയിൽ കുരുങ്ങുമെന്ന് പറയും. അങ്ങനെ വിക്രം തിരിഞ്ഞ് നോക്കുമ്പോൾ വേദ അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. വിക്രത്തിനാണെങ്കിൽ ചമ്മലുണ്ട്, പക്ഷേ വിശപ്പ് കൊണ്ട് എല്ലാം സഹിച്ചതെന്ന് പറയുന്നത്. വിശപ്പ് വന്നാൽ വാശി ഉണ്ടാവില്ല എന്നല്ലേ, ഒരുപാട് തവണ വിളിച്ചതല്ലേ ഞാൻ ഭക്ഷണം കഴിക്കാൻ. എന്നോടുള്ള ദേഷ്യത്തിന് ഭക്ഷണത്തോട് എന്തിനാ ഇത് കാണിക്കുന്നതെന്ന് വെച്ചപ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ഉച്ചക്കലത്തെ ചോറ് വേസ്റ്റിലിട്ടത്, അത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടല്ലേ എന്ന് പറയും. ഇപ്പം എനിക്ക് തോന്നി നിങ്ങളുടെ അടുത്ത് കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയത്. ഉണ്ടാക്കുമ്പോഴും ചോദിച്ചതല്ലേ വേണോ വേണോന്ന്. എന്തായാലും സാരമില്ല, ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റൊക്കെ കഴുകി വെച്ച് കിടന്ന് ഉറങ്ങിക്കോട്ടോ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയും. പിന്നെ വേദ പോകും. വിക്രം പ്ലേറ്റൊക്കെ പുഞ്ചിരിയോടെ എണ്ണിട്ടൊക്കെ കഴുകണത്. വിക്രത്തിൻ്റെ മനസ്സിലിങ്ങനെ വേദയോട് ശരിക്കും പ്രണയം തോന്നുന്നൊരു ഭാഗമൊക്കെ ഇനി കാണിക്കുന്നത്. പാട്ട് പാടുന്നതും മുകളിൽ നിന്ന് കോണിപ്പട്ടിയുടെ മേലെ നിന്ന് താഴത്തേക്ക് രണ്ടുപേരും കൂടെ മറിഞ്ഞു വീഴുന്നതും, പിന്നെ ആ തലണ കൊണ്ടുള്ള അടിയും, വേദ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗങ്ങളും, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി വിക്രം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തോർത്ത് ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ നല്ല പുഞ്ചിരിയുണ്ട്. അതായത് ആ ദേഷ്യം, പണ്ടത്തെ ദേഷ്യം മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും സ്നേഹം തോന്നുന്നു, ശരിക്കും പ്രണയം തോന്നുന്നുണ്ട് വിക്രത്തിന്. അതേപോലെ തന്നെ വേദ നല്ല ഉറക്കമാണ്. പക്ഷേ വേദയും ഇതേപോലെ തന്നെയാണ് സ്വപ്നം കാണുന്നത്. നിറച്ച് സീരിയൽ ബൾബ്, കല്യാണം പോലെ അതിൽ ഒരു മാലാഖര പോലത്തെ വേഷമൊക്കെ ഇട്ട് വേദ വാതിൽ തുറന്നകത്തേക്ക് കയറുന്നതും, നമ്മുടെ വിക്രം പാട്ട് പാടുന്നതും, അങ്ങനെയായ ഓരോ കാര്യങ്ങളൊക്കെ നോക്കണം. വേദ എല്ലാ മുറിയിലേക്കും പോകുമ്പോൾ എല്ലാ മുറിയും അടച്ചിട്ട് രണ്ടുപേരും കൂടെ പ്രണയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന ഒരു ഭാഗം കൂടി വേദ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു ഭാഗമായിരുന്നു കാണാൻ, പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി ഭാഗമായിരുന്നത്. ആരും ആഗ്രഹിച്ചു പോകുന്നൊരു പ്രണയകഥയായിരുന്നു അത്. അങ്ങനെ നമ്മുടെ വിക്രവും വേദയും കൂടി കട്ടിലേക്ക് വീഴുന്നതും കിടക്കുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതായ എല്ലാ കാര്യങ്ങളും കൂടി നമ്മുടെ വേദയും സ്വപ്നം കാണുന്നുണ്ട് സത്യത്തിൽ. അതിനുശേഷം പിന്നെ വേദ കണ്ണ് തുറക്കുമ്പോൾ അവിടെ വിക്രത്തിനെ കാണില്ല. വേദ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നിട്ട് വിക്രമിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കണ്. ഹാളിലോ മറ്റുള്ള റൂമുകളിലൊക്കെ നോക്കുമ്പോൾ കാണില്ല. അങ്ങനെ ടി വി ഉള്ള ഹാളിൽ ടി വി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ കിടന്ന് അങ്ങനെ തന്നെ ഉറങ്ങുന്നുണ്ട്. വിക്രത്തിനെ ഒരുപാട് തവണ വിളിക്കുന്നൊക്കെ ഉണ്ട്, വിക്രം വിക്രം നിങ്ങൾക്കിപ്പോൾ എന്താടി, നിനക്ക് അവിടെ എവിടെയെങ്കിലും കിടന്നാൽ പോരെ, നീ എന്തിനും ഇങ്ങോട്ട് ചാടിത്തുള്ളി വന്നേന്ന് പറയും. അയ്യോ, മോൻ്റെ കൂടെ പുതച്ച് മൂടിപ്പോച്ച് കിടക്കാനുള്ള സുഖം കൊണ്ട് വന്നതൊന്നുമല്ല, ഒരുപാട് നേരമായി, എഴുന്നേറ്റ് വന്നൊരു ഗ്ലാസ് കട്ടൻ തരാം, വായ കഴുകി വന്നാൽ ഒരു ഗ്ലാസ് കാപ്പി വേണമെങ്കിൽ വെച്ച് തരാമെന്ന് പറയാൻ വേണ്ടിയിട്ടെന്ന് പറയും. എന്നിട്ട് വേദ പോകുമ്പോൾ വീണ്ടും വിക്രം വേദന തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അതായത് പഴയ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. പിന്നീട് രാധ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരുന്നുണ്ട്. ഓട്ടോയിൽ ചെന്ന് ഓട്ടോ അവിടെ ഇട്ടിട്ട് നേരെ ജീനയുടെ അടുക്കലും, ജീന ചായ കുടിച്ചതും ചായ മേടിച്ച് അവിടെ വെച്ചിട്ട്, നീ അതവിടെ വെച്ചേന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കും ജീനനെ. നീ അല്ലാണ്ട് എന്നെ ആരും സഹായിക്കില്ല എന്ന് എനിക്കറിയാം, നീ കാരണമല്ല എനിക്ക് എൻ്റെ ഓട്ടോ കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ജീന ഇങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുന്നു. അപ്പോൾ എടി അത്രയും കാശ് എൻ്റെ കയ്യിൽ എവിടെ നിന്നുണ്ട് ഇറക്കാനായിട്ട്, പിന്നെ പിന്നെ നീ എന്ത് ചെയ്ത്, നീ അല്ലാണ്ട് എന്നെ സഹായിക്കാൻ വേറെ ആരില്ല എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചെന്നുള്ളത് സത്യമാണ്, പക്ഷേ പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല എന്ന് പറയും. പിന്നെ ഈ കമ്പനിയുടെ ലീഗലായിട്ടുള്ള വക്കീൽ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ നമ്മുടെ ദർശൻ സാറെന്ന് അറിഞ്ഞ്, അങ്ങനെ ഞാൻ ദർശൻ സാറിനെ പോയി കണ്ടിരുന്നു. അപ്പോൾ ദർശൻ നമ്മുടെ ജീനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു മുടക്കം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഇപ്പം ഇങ്ങനെ മുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ, വിക്രമിനെ ഒരു പോലീസ് കേസിൽ കുടുക്കി കുറച്ച് പേര്, അപ്പോൾ അതുകൊണ്ട് വിക്രമിനെ ഇറക്കാൻ ഒരുപാട് പണം വേണ്ടി വന്നെന്ന് പറയും.
അപ്പോൾ അതുകൊണ്ട് വിക്രം കൊടുക്കും. പക്ഷേ വേദയ്ക്ക് ഇല്ല, ഇപ്പോൾ ചോദിക്കാൻ വിഷമം രാധയ്ക്കെന്ന് പറയും. അങ്ങനെ ഇങ്ങനെ രാധയോട് പറയുന്നു നമ്മുടെ ജീന. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ അവരുടെ വക്കീലാണെങ്കിലും അവരുടെ ബിസിനസ്സിൽ ഞാൻ ഇടപെടാറില്ല. എന്തായാലും ജീന ഇപ്പോൾ പൊക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ, വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നതല്ലേ. അപ്പോൾ ദർശൻ സാറാണ് എന്തായാലും ഇതിനെല്ലാം പിന്നിൽ എന്ന് പറഞ്ഞപ്പോൾ, വേണ്ടായിരുന്നു, നീ എന്തിനാ അവരെയൊക്കെ പോയി അറിയിച്ചത്, അവരൊന്നും ഇതിൽ ഇടപെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നാണക്കേട് തോന്നുന്നുണ്ട് നമ്മുടെ രാധയ്ക്ക്. പിന്നീട് വിക്രത്തിനെയാണ് കാണിക്കുന്നത്. വിക്രം ചായ ഒന്നും കാണില്ലല്ലോ, ചായ എവിടെ വേതാളെന്ന് ചോദിക്കുമ്പോൾ അതേ അവിടെ എടുത്ത് വെച്ചിട്ട് കണ്ണൂർന്ന് നോക്കാൻ പറയും. അങ്ങനെ മേശയമ്മ ഉണ്ടാവും. അങ്ങനെ വിക്രം ഒരു ടർക്കി പോലത്തെ എടുത്തേക്കണം. ഡ്രസ്സൊക്കെ അപ്പുറത്തെ മുറിയിലല്ലേ, പുറത്തല്ലേ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് ചായ അപ്പം തന്നെ തുപ്പിക്കളയുന്നുണ്ട്. തണുത്തിട്ട് പാടില്ലല്ലോ എന്ന് പറയും. അതെ, എന്നാൽ പിന്നെ വേണ്ടെങ്കിൽ ആ സിങ്കിൽ കൊണ്ടൊഴിച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസ് കഴിച്ചോളാൻ പറയും. നീ എന്നെ വല്ലാണ്ട് വൃത്തി പഠിപ്പിക്കൊന്നും വേണ്ട കേട്ടോ, നീ കുറച്ച് നാളായിട്ടുണ്ട് പറയുന്നത്, എനിക്കറിയാം ഗ്ലാസ് കഴിക്കാൻ. ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നുണ്ട്. വീണ്ടും വേദ ഒരുപാട് വിക്രമിനെ കുറ്റമൊക്കെ പറയുന്നുണ്ട്. ദേഷ്യം വന്ന് ഗുണ്ടാന്നൊക്കെ വിളിച്ചപ്പോൾ ദേഷ്യം വന്നപ്പോൾ വിക്രം നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. വിക്രം ലാസ്റ്റ് വിക്രമിന് ഒരു ചൂല് കിട്ടുന്നുണ്ട്. അപ്പോൾ ചൂല് കൊണ്ട് അടിക്കാൻ നോക്കണ്. അപ്പോൾ വേണ്ട, അടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം വേദന അടിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഇതേ സമയം തന്നെ 2 ഓട്ടോറിക്ഷ വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ മാഷ് പണമൊക്കെ കൊടുത്ത് അങ്ങനെ കയറുന്ന അകത്തേക്ക്, ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അകത്ത് നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാം. വേണ്ടാന്ന് പറയുന്നതും കരച്ചിലും ബഹളവും ഒച്ചയും. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ആകെ അത്ഭുതമാവുന്നുണ്ട്. എന്താണ് ഇങ്ങനെ അടച്ചിട്ട റൂമിൽ വീടിൻ്റെ ഉള്ളിൽ ശബ്ദം കേൾക്കുന്നത് എന്താണാവോ എന്നൊക്കെ ആലോചിച്ച് മാഷ്. അപ്പോൾ വേദ അപ്പോഴത്തേനും പിന്നെ കാണിക്കുന്നത് വേദനയാണ്. വിക്രം അടിക്കാൻ പോകുമ്പോൾ വേദ ഓടുന്നുണ്ട്. അങ്ങനെ ഓടി ശരിക്കും വേദ കാല് മടങ്ങി വീഴുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അങ്ങനെ വേദയുടെ കരച്ചിൽ പുറത്തേക്ക് കേട്ട് ശരിക്കും അയ്യോ കാല് മടങ്ങി, ഒന്ന് എഴുന്നേൽപ്പിക്കും മനുഷ്യ, വേദന എടുത്തിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേദയുടെ കരച്ചിൽ പുറത്തേക്ക് കേട്ട്. അപ്പോൾ വിക്രം ആണെങ്കിൽ വേദ സൂത്രം കാണിക്കുന്നു വിചാരിച്ചിട്ട് വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കണ്. എന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാമെന്ന് പറയുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. പിടിച്ചാൽ പോരാ, എന്നൊന്ന് പൊക്കി കൊണ്ടുപോയാൽ കട്ടിലിൽ കൊണ്ട് കിടത്തോടോ മനുഷ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പുറത്തുള്ളവരൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നിട്ട് വേദന എടുക്കണ്. മാഷാണെങ്കിൽ വേദന കരച്ചിൽ കേട്ടപ്പോൾ എന്തോ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് വാതിൽ ഇങ്ങനെ തുറക്കണ്. തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച വിക്രം വേദന ഇങ്ങനെ വാരി എടുത്ത് നിൽക്കണതാണ്. വേദനയെങ്കിൽ കരയണ്. പക്ഷേ എല്ലാവരും അത്ഭുതമായി. ശ്രീജേട്ടയ്ക്ക് മാത്രം നാണം ചമ്മലും നമ്മുടെ വിശേട്ടനും അങ്ങനെ തന്നെ. ബാക്കി എല്ലാവരും അന്തം വിട്ട് നിൽക്കണ്. പറയും വേദ കാലുളുക്കി വീണ്, അത് കാരണം കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ വിക്കി ഇങ്ങനെ വിക്രം പറയുന്നു. അപ്പോൾ മാഷ് എന്തായാലും ചമ്മി ആകെ നാണം കെട്ട് നിൽക്കണ്. എന്നിട്ട് മാഷ് വേഗം അകത്തേക്ക് പോകും. വിക്രമാണെങ്കിൽ വേദന താഴ്ത്തു ഇറങ്ങണില്ല, അങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കണ്. എന്നിട്ട് അതിന് ശേഷം എല്ലാവരും കൂടെ ആകെ ചമ്മലോടെ നിൽക്കണ്. വിക്രത്തിനാണെങ്കിൽ താഴെ വിക്രം ഇങ്ങനെ പറയുന്നു മരിച്ചാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലും താഴെ കെടുത്താൻ പറ്റണില്ലല്ലോ. അപ്പോൾ അമ്മനോട് ഇങ്ങനെ പറയുന്നത് കാല് വഴുതി വീണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കൊണ്ട് മുറി കിടത്തടാ, വെറുതെ ഇങ്ങനെ നിന്ന് നാണം കേടാതെന്ന് പറഞ്ഞ് അമ്മ പോകും. ശ്രീജ ശ്രീജേട്ടി അവിടെ നിൽക്കും. അപ്പോൾ വിനായകൻ പറയും അമ്മടാ ഒറ്റയ്ക്ക് ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ പുറത്തുനിന്ന് മുറി കൂട്ടി അകത്തേക്ക് കയറിയല്ലടാ, എൻജോയ് എൻജോയ് എന്ന് പറയും. അങ്ങനെ ആളും പോകും. എന്നിട്ട് ശ്രീജേട്ടി മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദിനിയോട് പറയും സത്യത്തിൽ ശരിക്കും ഞങ്ങൾ റൊമാൻസ് ആയിരുന്നു ഏട്ടത്തി എന്ന് പറയും. മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നിങ്ങൾ അഭിനയിക്കുന്നു, ഇപ്പം മനസ്സിലായടാ നിൻ്റെ ഉള്ളിലിരിപ്പെന്ന് പറഞ്ഞ് നന്ദിനി പോകും. നന്ദിനിനെ ഒന്നും കൂടെ എരിപിരി കയറ്റുന്നുണ്ട് നമ്മുടെ വേദ. അതിനുശേഷം മുറിയിലേക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോകാൻ ആഗ്രഹിച്ച് വിക്രം എന്നിട്ട് വേദന മുറിയിൽ കൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അയ്യോ അയ്യോ അമ്മേ എന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് വേദ അങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് പുറത്തേക്ക് അമ്മ ഓടി വരുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. എന്താ മോളെ എന്ന് ചോദിച്ചിട്ട് വരും. അപ്പോൾ വിക്രം അങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.